ഹലോ ഗേസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് ഗേസ് നമ്മളെ ചാനൽ വന്നിട്ടുള്ളത് അടിപൊളിയായ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പൊ നമ്മൾ ഫ്രീ ഫയർ തന്നെ ഇതുവരെ വന്നിട്ട് ബെസ്റ്റ് റഷ്യൻ ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ ആയിട്ടാണ് ഇന്ന് ഗേസ് നമ്മളെ ചാനൽ വന്നിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് CS-ലാണെങ്കിലും BR-ലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഡീറ്റെയിലാണ് ഇന്ന് ഗേസ് നമ്മളെ ചാനലിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ആൾന്നില്ല ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഓരോ ലൈക്ക് കൂടും ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാ. അപ്പൊ മച്ചന്മാരെ നമ്മുടെ ഫ്രീ ഫയർ ഇപ്പൊ ന്യൂ ആർട്ടിസ്റ്റ് നമ്മുടെ കൈറോസ് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ക്യാരക്ടറിന്റെ പവർ ഞാൻ പറയേണ്ട ആവശ്യമുണ്ട് തോന്നില്ല. എങ്കിൽ പോലും ക്യാരക്ടേഴ്സിന്റെ പവർ അറിയാത്ത കുറെ ആൾക്കാരുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ന്യൂ ആളേസ് നമ്മുടെ കൈറോസ് ക്യാരക്ടറിന്റെ സ്കില്ല് നമുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നത് പോലെ തന്നെ ഫസ്റ്റ് തന്നെ നമുക്കിത് വർക്ക് ആവുക നമ്മുടെ ഡിഫെൻസീവ് മോഡാണ്. അപ്പൊ രണ്ട് മോഡുണ്ട്, ഡിഫെൻസീവ് മോഡ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ബ്രേക്കർ മോഡ് ഉണ്ട്. അപ്പൊ ഡിഫെൻസീവ് മോഡുമായി നമുക്ക് കിട്ടാൻ പോകുന്ന EP ആണ്. അപ്പോൾ ഓരോ സെക്കൻഡിൽ 2 EP ഫുൾ EP കംപ്ലീറ്റ് ആവും. അപ്പൊ നമ്മളെ എക്സാമ്പിൾ ആയിട്ട് നമ്മളെ ക്യാരക്ടർ പോലെ തന്നെ അപ്പൊ നമുക്ക് EP ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന്റെ ക്യാരക്ടർ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാരക്ടർ പോലെ ഈ ക്യാരക്ടർ ഒരു ആക്റ്റീവ് സ്കിൽ ക്യാരക്ടർ, ഒരു പാസീവ് സ്കിൽ ക്യാരക്ടർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു ക്യാരക്ടറിന്റെ കൂടി നമുക്ക് ഇതിന്റെ സ്കില്ല് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആഡ് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് ഊക്കോങ്ങിന്റെ കൂടിയും നമ്മളെ ഈ ക്യാരക്ടറിന്റെ കൂടിയും മലോക്കിന്റെ കൂടിയും നമ്മുടെ ക്രോണോന്റെ കൂടി, അപ്പോൾ ഏത് ക്യാരക്ടറിന്റെ കൂടി നമുക്ക് സെറ്റ് ആവും. അപ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് EP ഇങ്ങനെ ഫില്ലായി കൊണ്ട് നമുക്ക് 200 EP, അപ്പോൾ നമ്മുടെ EP സ്ലോട്ട് ഫുള്ളി കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബ്രേക്കർ മോഡ് ആക്റ്റീവ് ആവും. അപ്പോൾ ബ്രേക്കർ മോഡ് എങ്ങനെ ആക്റ്റീവ് ആയി അറിയാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് EPന്റെ കളർ തന്നെ മാറും. അപ്പോൾ EP നമുക്ക് യെല്ലോ കളറിലാണ് കാണാൻ പറ്റുക, അത് നേരെ പർപ്പിൾ കളറായിട്ട് മാറും. അതുകൂടാതെ നമ്മുടെ ക്യാരക്ടറിന്റെ ദേഹത്തും ഒരു പർപ്പിൾ കളറാലെ എഫക്റ്റ് ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ക്യാരക്ടറിന്റെ ബ്രേക്കർ മോഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ എനിമിനെ അറ്റാക്ക് ചെയ്യാണ്. എനിമിന്റെ വെസ്റ്റ് ആയിക്കോട്ടെ ഹെൽമെറ്റ് ആയിക്കോട്ടെ പെട്ടെന്ന് അപ്പോൾ ലെവൽ 4 ആണെങ്കിൽ പോലും പെട്ടെന്ന് പൊട്ടിയും കൊണ്ട് ഹൈ ലെവലായ ഡാമേജ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ കൈറോസ് ക്യാരക്ടറിന്റെ സ്കില്ല് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡിഫൻസീവ് മോഡീസ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ തന്നെ പർപ്പിൾ കളറിൽ EP ഇങ്ങനെ കുറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എനിമിനീസ് അറ്റാക്ക് ചെയ്യുന്നതനുസരിച്ച് EP ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരും കേട്ടോ. അപ്പോൾ ഒരു വട്ടം നമ്മൾ ഷൂട്ട് ചെയ്യാത്തുണ്ടെങ്കിൽ അതിങ്ങനെ കുറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അത് 0ലേക്ക് എത്തുന്ന സമയത്ത് പഴയതുപോലെ തന്നെ ഡിഫൻസീവ് മോഡ് ആക്റ്റീവ് ആയിട്ട് EP ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് നടക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ എന്തായാലും ഈ ക്യാരക്ടറിന്റെ സ്കില്ല് ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരമുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷനൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹയോട്ടോ ക്യാരക്ടറിന്റെ സ്കില്ലാട്ടോ. അപ്പോൾ ഹയോട്ടോ ക്യാരക്ടർ സ്കില്ല് നോക്കുകയാണെങ്കിൽ വേറെ ലെവലാണ്. അപ്പോൾ നമ്മുടെ കൈറോസ് ക്യാരക്ടർ പോലെ തന്നെ വളരെയധികം പവർഫുൾ ആയ സ്കില്ലാണ്. അപ്പോൾ നമ്മൾ ഹയോട്ടോ ക്യാരക്ടറിന്റെ സ്കില്ല് കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡബിൾ ആലൈസ് ആർമർ പെൻട്രേഷൻ ആണ് കാണാൻ പറ്റും. അപ്പോൾ എനിമിന്റെ വെസ്റ്റ് എലിമെന്റ് ഒക്കെ പെട്ടെന്ന് ഓക്കെ അപ്പോൾ ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് പൊട്ടുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ച് ഫൈറ്റിലേക്ക് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് മാറും നമ്മുടെ ഹയോട്ടോ ക്യാരക്ടറിന്റെ സ്കില്ല് കിട്ടും. അപ്പോൾ കിട്ടില്ല അനാലിസ് ഒരു ക്യാരക്ടർ സ്കില്ല് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് നമ്മുടെ CS മാച്ച് നിങ്ങൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഹയോട്ടോ ക്യാരക്ടറിന് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ BR ആണ് പ്ലേ ചെയ്യേണ്ടത്, നിങ്ങൾ ഹയോട്ടോ ക്യാരക്ടറിന് പകരമായിട്ട് നമുക്ക് എന്തായാലും നമുക്ക് ഒന്നെങ്കിൽ കെല്ലിനെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ജോസഫിനെ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിലൊരു ക്യാരക്ടറിനെ നിങ്ങൾ ചൂസ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലത്. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് മൂവ്മെന്റ് സ്പീഡ് വളരെയധികം കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ മൂവ്മെന്റ് സ്പീഡിന് അനുസരിച്ചുള്ള ഒരു ക്യാരക്ടർ സ്കില്ല് നമ്മളിവിടെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ BR മാച്ചിൽ ഒരു റഷ്യൻ ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ നിങ്ങൾ നോക്കുന്നെങ്കിൽ ഒന്നെങ്കിൽ ഇതിൽ ജോസഫ് ആഡ് ചെയ്യുക. അപ്പോൾ ഹയോട്ടോ ക്യാരക്ടറിന് പകരം ജോസഫ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ കെല്ലി ക്യാരക്ടറിനെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ CS-ലാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ BR ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ സ്വിച്ച് ചെയ്താൽ മതി. അപ്പോൾ ആ ക്യാരക്ടറിൽ മാത്രമേ നിങ്ങൾ ചേഞ്ച് വരുത്തിയാൽ മതി. അപ്പോൾ അടുത്തായിട്ട് ഈ ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിഗ്വൽ ക്യാരക്ടറിന്റെ സ്കില്ലാട്ടോ. അപ്പോൾ മിഗ്വൽ ക്യാരക്ടറിന്റെ സ്കില്ല് വെച്ചുകൊണ്ട് നമ്മുടെ എനിമിനെ നോക്ക് ചെയ്യുക അല്ലെങ്കിൽ കില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് EP ആണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും EP കിട്ടുന്ന ഒരു സ്കില്ലാണ്. അപ്പോൾ നെക്സ്റ്റ് ഈ ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ തന്നെ നമ്മൾ ആക്റ്റീവ് സ്കിൽ ക്യാരക്ടറായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓറിയൻ ക്യാരക്ടറിന്റെ സ്കില്ലാട്ടോ. നമ്മൾ ഓറിയൻ ക്യാരക്ടറിന്റെ സ്കില്ല് കൂടി ഇതിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു പവർഫുൾ ആയ ഒരു ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ വേറെ ലെവൽ ആയ ഒരു ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ എന്തായാലും ഫൈനൽ റിസൾട്ട് എന്തായാലും ഞാൻ വീഡിയോന്റെ അവസാനം കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ CS-ൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ. അപ്പോൾ റഷ്യ ചെയ്ത് കളിക്കുന്ന പ്ലേയേഴ്സിന് എന്തായാലും കണ്ണും പൂട്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേറെ ലെവൽ ആയ ഒരു ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ ആണ് നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് പെറ്റിൽ നമുക്ക്
പ്രത്യേകിച്ച് റൂൾ ഉണ്ട് തോന്നുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പെറ്റിനെ ആഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ റോക്കി പെറ്റിനിൽ ആഡ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് പാണ്ട പെറ്റോ അല്ലെങ്കിൽ എത്തി പെറ്റോ അല്ലെങ്കിൽ നമ്മുടെ കുറേ അധികം പെറ്റുണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ടർക്കി പെറ്റോ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പെറ്റ് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതങ്ങനെ കുറച്ചുകൂടി നല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഫൈനൽ റിസൾട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ വെച്ചുകൊണ്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുള്ളത് ഒരു ക്ലാഷ് കോഡ് മാച്ചാണ് നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഓരോ ക്യാരക്ടറിൻ്റെ സ്കില്ല് നമുക്ക് എന്തായാലും പെട്ടെന്ന് അപ്പം നമുക്ക് മുമ്പ് ടൈമിലൊക്കെ ക്ലാഷ് കോഡിൽ നമുക്ക് ലിമിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 1 അല്ലെങ്കിൽ 2 ഏറിപ്പോയാലും 3 വട്ടമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ക്യാരക്ടർ സ്കില്ലൂടി വന്ന സമയത്ത് പവർഫുൾ ആയിട്ട് അപ്പോൾ നമുക്ക് കുറേ വട്ടമൊക്കെ ഇപ്പോൾ നമ്മൾ നോക്കോടും ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കുറേ വട്ടം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൂടെ നമുക്ക് ഹൈ ലെവലായിട്ട് നമ്മുടെ കൈറോസ് ക്യാരറ്റിൻ്റെ സ്കില്ല് പ്രകാരം ഹൈ ലെവലായുള്ള ഡാമേജ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആർമർ പെനട്രേഷൻ ഒക്കെ ഉണ്ടാവുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിമീസിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനും പറ്റും. അപ്പോൾ നല്ല കിഡിലായിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ റഷ് ചെയ്യുന്ന പ്ലേസിനാണ് ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ BR ഈ ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഹയോട്ടോ ക്യാരറ്റിനെ പറയും നിങ്ങൾ ഒന്നെങ്കിൽ ജോസഫ് ക്യാരറ്റിൻ്റെ സ്കില്ലോ അല്ലെങ്കിൽ കെല്ലി ക്യാരറ്റിൻ്റെ സ്കില്ല് ആഡ് ചെയ്യാൻ നോക്കാം. ഫുൾ മാപ്പ് ഒക്കെ ആകുമ്പോൾ നമുക്ക് മൂവ്മെന്റ് കൂടി ഇല്ലെങ്കിൽ കുറച്ച് സ്റ്റോക്കായിട്ട് മാറും. അപ്പം എന്തായാലും ഓടിയെത്താനോ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പം എന്തായാലും അതുകൂടി ആഡ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലതായിട്ട് മാറാം. അപ്പം എന്തായാലും റഷ് ചെയ്യുന്ന പ്ലേസിൻ്റെ എന്തായാലും ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം അല്ലാതെ ഈ ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ BR സർവേ ചെയ്ത് കളിക്കാൻ കഴിഞ്ഞാൽ പണിയാവും കേട്ടോ. അപ്പം എന്തായാലും നോക്കി കണ്ടുകൊണ്ട് കളിക്കാൻ നോക്കുക. ബെസ്റ്റ് ആളീസ് ഒരു ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കിയുള്ള ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുടെ കാണാം. ബൈ.